ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായക്കൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പരിപ്പൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിനുള്ളത്. ചേട്ടൻ എവിടെ ചോറ് വാർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ 6:45 ചേട്ടന് എല്ലാം റെഡിയാക്കണം, ചേട്ടനും ശ്രീകുട്ടനൊക്കെ. അപ്പോൾ അത് കാരണം വേഗം തന്നെ കഷ്ണങ്ങളെടുത്ത് ചായക്കുള്ള തീർച്ച വെച്ചിട്ടുണ്ടല്ലോ, കഷ്ണങ്ങൾ എടുത്തിട്ട് പുളി പിഴിഞ്ഞ് വെച്ച് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് അതങ്ങ് അടച്ച് വെച്ചു കേട്ടോ. അതൊരു വിസിൽ വരണ്ടായിനി. പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ഉപ്പേരിക്കുള്ള പരിപാടികൾ നോക്കിയിട്ടാണ്. കായും മുതിരയാണ് വെക്കാനുള്ളത്. അതും വേഗം കഴുകി അതും വേഗം അടുപ്പത്ത് ഇട്ടു കേട്ടോ. അതൊക്കെ വന്നപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് റെഡിയായി. അങ്ങനെ ചായ കുടിക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം ഇതൊന്നല്ല കേട്ടോ. നമ്മുടെ വീഡിയോയിലൊരു കമൻറ്റ് കൊണ്ട് എപ്പോഴും ഒരേപോലെയാണെന്ന്. അപ്പോൾ എപ്പോഴും ഒരേപോലെയാണെന്ന് അതൊരു സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ വ്യൂസ് കുറവും കണ്ടൻറ്റ് കുറവ് തന്നെയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്കിപ്പോൾ ഇങ്ങനെ പോവുക നിവൃത്തിയുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ചാനൽ നിർത്താനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താം. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ സങ്കടവും സന്തോഷവും മറ്റു പല കാരണങ്ങളാവും. അപ്പോൾ എല്ലാതും നമുക്കത് വീഡിയോയിൽ പറയാനും ഉൾപ്പെടുത്താനും പറ്റിയെന്നും വരില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പോൾ കമൻറ്റ് കണ്ടോണ്ടോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റാണ്ടോ ഒന്നും ഭയങ്കര സങ്കടമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സങ്കടപ്പെട്ട് ഇരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്താ പറയുക, സങ്കടം തന്നെയായി പോകും. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും സങ്കടത്തിൽ മാത്രം. അപ്പോൾ അത് ശരിയാക്കാൻ നോക്കുക. അപ്പം ഞാൻ അത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചും കൂടി നാളെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. നമുക്ക് പഴയ പോലെ അടിപൊളിയായിട്ട് വീഡിയോകളൊക്കെ വരാനും ഇടാനും എനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അതാലോചിച്ച് സങ്കടപ്പെടാനോ അതൊന്നല്ല. കൂട്ടുകാരായാലും ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം കിട്ടിയ ചെറുതല്ല, വലിയ കാര്യങ്ങൾ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊരു ജീവിതം തുടങ്ങുമ്പോൾ നമുക്ക് വിചാരിക്കും ജീവിതം ഭയങ്കര അടിപൊളിയാണ്, നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാം, ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്താൽ എന്തൊക്കെ ചെയ്താലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ വന്നു ചേരും. ചിലപ്പോൾ അതൊക്കെ സന്തോഷങ്ങളാവാം, ചിലപ്പോൾ അതൊക്കെ സങ്കടങ്ങളാവാം, ചിലപ്പോൾ കാശിൻ്റെ പ്രോബ്ലങ്ങളാവാം. അങ്ങനെ പലതും ഉണ്ടാവും കേട്ടോ. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളത് ആലോചിച്ച് ചിലപ്പോഴൊക്കെ ഞാനും ആലോചിച്ച് സങ്കടപ്പെട്ട് പോകാറുണ്ട്. കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും എന്തിനാണ് സങ്കടപ്പെടുന്നത്, ഇത് ഇന്നലെ നാളെ മാറ്റാവുന്ന കാര്യങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ മാറാരോഗം അങ്ങനത്തെയൊക്കെ വന്നാൽ നമുക്ക് വേറെ ഓപ്ഷനില്ല. അതിൽ നിന്നും നമ്മൾ ധൈര്യത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കാൻ പറ്റണവരുണ്ട്. അപ്പോൾ എന്ത് വന്നാലും മനസ്സിന് ധൈര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും കേട്ടോ. അല്ലാണ്ട് വേറെ എന്തുണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. പൈസ വേണം വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. പൈസ സമ്പാദിക്കുക തന്നെ വേണം കേട്ടോ. അത് നന്നായിട്ട് ഉപയോഗിക്കുകയും വേണം നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നമ്മുടെ എല്ലാത്തിനും നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തിനും സ്ഥാനമുള്ളൂ. അതുണ്ടായാലാണ് ബാക്കി എല്ലാതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും കൂട്ടുകാർ അത് ചിന്തിക്കാം. നമ്മളെപ്പോഴും ഒരു ചെറിയ കാര്യമായാലും നടക്കാണ്ട് വന്നാൽ നമ്മുടെ മനസ്സ് വിഷമിക്കില്ല. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ വിഷമിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ശരിയാവണം, ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മളത് ശരിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് ആലോചിക്കുക, അത് ശരിയാക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാൻ പറയില്ല, ശരിയാവാത്ത കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഒരിക്കലും തളരരുത്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതം പോകുന്നുള്ള പോലെ ഒരവസ്ഥയിലേക്ക് എത്തും നമ്മൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയ പ്രശ്നമായാലും വലിയ പ്രശ്നമായാലും നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീഡിയോയുടെ കാര്യമായാലും മൊത്തത്തിൽ കേട്ടോ. പിന്നെ ഞാൻ പണ്ട് പറയാറുണ്ട്, ഒരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു സ്ത്രീയുടെ കാര്യം, വയ്യാത്ത കുട്ടിയാണ്. അപ്പോൾ ഇതുവരെയും കമൻറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ പക്ഷേ എപ്പോഴും ഇപ്പോൾ സ്ത്രീയെ പറ്റി ആലോചിക്കും. എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. തിരുവനന്തപുരത്താണ് വീട്. അപ്പോൾ അതുകൊണ്ട് അന്വേഷിച്ച് പോകാനോ അങ്ങനെ ഒന്നും അറിയില്ല. എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. തിരുവനന്തപുരത്ത് എവിടെയാണോ ഒരു റേഷൻ കട ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയാം, ബാക്കി ഒന്നും അറിയില്ല കേട്ടോ. ആ കുട്ടിയുടെ വീട് മൂന്നാറാന്നാണ് പറഞ്ഞത്. ശ്രീകുട്ടൻ ടൂറ് പോയപ്പോൾ ശ്രീയുടെ വീട് മൂന്നാറാന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത കൊല്ലം അങ്ങോട്ട് പോകണമെന്ന് അങ്ങനെയൊക്കെ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയില്ല, ആ കുട്ടിക്ക് അസുഖമുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഞാൻ ഇന്ന് അതിനെപ്പറ്റി ആലോചിച്ചു. അപ്പോൾ അതിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അതിങ്ങനെ ആലോചിച്ചു. അതിന് അസുഖം വന്നിട്ട് അതൊന്ന് ഭേദമായപ്പോൾ വീണ്ടും നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് എന്ന് വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും അസുഖം കൂടിയിട്ടുണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ കമൻറ്റ് ഇടാണ്ടിരിക്കില്ല, എപ്പോഴെങ്കിലും ഒരു കമൻറ്റെങ്കിലും ഇടാണ്ടിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഫോൺ നമ്പറൊക്കെ ഞാൻ തന്ന സ്ഥിതിക്ക് എന്തായാലും വാട്സപ്പിലെങ്കിലും മെസ്സേജ് ഇടുന്ന ഉറപ്പാണ്. പക്ഷേ വയ്യായിക അത്ര കൂടുതലായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ സ്ത്രീക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറും കറികളൊക്കെ വെന്തു. ചേട്ടനും ശ്രീകുട്ടനുള്ള ചോറ് പകർത്തി.
ആദ്യത്തിന് ഉച്ചയ്ക്കാണ് എക്സാം, അത് കാരണം കൊണ്ട് അവന് പറ്റില്ല. പിന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്ന മുന്നേ ചാറ് കറി മാത്രം വേറെ പാത്രത്തിലാക്കിയിട്ട് ബാക്കിയൊക്കെ ചോറ്റ് പാത്രത്തിലിട്ടുകൂടെന്ന്. അപ്പോൾ ചേട്ടനത് അത്ര ഇഷ്ടമില്ല. പിന്നെ ചിലപ്പോൾ എങ്ങാനും ചോറെങ്ങാനും കേടായാലും അത് ബുദ്ധിമുട്ടല്ലേ. ശ്രീകുട്ടന് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക. അവന് പാത്രങ്ങൾ കുറവ് മതി, അപ്പോൾ അത് കാരണം അങ്ങനെ ഇട്ട് കൊടുക്കും. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം, അതിലൊന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ ഇതാ മുറ്റടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുല്ലുകൾ നിറയെ തന്നെയാണ് കേട്ടോ. പിന്നെ മത്തൻ അവിടെ നിൽക്കണ കാരണം കൊണ്ട് കാര്യമായിട്ടുള്ള പുല്ലൊന്നും ആ ഭാഗത്ത് പറിച്ചിട്ടില്ല. പിന്നെ ഞാൻ വേഗം അലക്കാനായിട്ട് പോന്നു കേട്ടോ. കുറച്ച് കല്ലും അലക്കാനുള്ളത്, കളർ കളകണ ഡ്രസ്സുകളും നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ നിറയെ പച്ചമുളകൊക്കെ പഴുത്ത് നിൽക്കണം. അപ്പോൾ ഇനി അത് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പഴുത്ത് കൊഴിഞ്ഞു പോകും, നമ്മുടെ കാക്കയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ചെടുത്തുകൊണ്ട് നമ്മുടെ മാജിക് ബോക്സിൽ കൊണ്ടുവന്നിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അലക്കാനായിട്ട് വന്നു. ഭയങ്കര കാറ്റാണല്ലോ ഇപ്പോൾ, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തിരിക്കാനും എന്താ പറയുക, ഒന്ന് ആസ്വദിക്കാനൊക്കെ നല്ല രസമാണ്. സമയം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എനിക്കിപ്പോൾ സമയമില്ലല്ലോ, ഒരു രക്ഷയില്ല. പക്ഷേ ഈ അലക്കാനൊക്കെ നിൽക്കുമ്പോൾ ആ കാറ്റൊക്കെ ഊതുമ്പോൾ നല്ല ഇതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ ആദ്യത്തിൻ്റെ യൂണിഫോമാണ് കേട്ടോ കഴുകുന്നത്. അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ ഈ വെള്ളത്തിൽ കഴുകണ കാരണം കൊണ്ട് നല്ല കലക്കലല്ലേ. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു കേട്ടോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അലക്കിയിട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അപ്പം തന്നെ അലക്കാനായിട്ട് ഇപ്പോൾ പറ്റില്ല, നല്ല വെള്ളം വേണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരിയൊക്കെ കൂടും. എന്നാലും ഞാൻ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ആയിട്ട് അലക്കുള്ളൂ, ദിവസം അലക്കാനായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതായത് ചുരിദാറൊക്കെ 2 ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആ പച്ച ചുരിദാർ വൈകുന്നേരം ഇപ്പോൾ കണ്ടില്ല കേട്ടോ. ഞാൻ അന്വേഷിച്ച് തോറ്റു. ലാസ്റ്റ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. പച്ച കളറല്ലേ, കാണാനും ഒരു നിവൃത്തിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ചുരിദാർ അത്ര ആയിട്ടില്ല അത് ഇട്ട് തുടങ്ങിയിട്ട്, കാണാണ്ടായി. ഇനി അതിൻ്റെ ഉള്ളിൽ ചെളിയുടെ ഉള്ളിലൊക്കെ വീണ് കിടന്ന് കിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമമായി. ഇങ്ങനെ ആലോചിച്ച് പിന്നെ ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇനി ചെമ്പരത്തിയുടെ അടിയിലുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ പോയി നോക്കിയപ്പോൾ കിട്ടിയിട്ടോ. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പിന്നെ നമ്മുടെ ബസ്സിൽ കയറി പോവാണ് കേട്ടോ. ചില ദിവസമൊക്കെ സീറ്റ് കിട്ടും, ചില ദിവസം നിൽക്കേണ്ടി വരും. നിന്നാലും കുഴപ്പമില്ല, തിരക്കില്ലെങ്കിൽ നമുക്ക് നിൽക്കായാലും കുഴപ്പമില്ല. പക്ഷെ ചില ദിവസം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അത് കാലത്ത് ഞാൻ ആ നെല്ലിക്ക കാണിച്ചില്ലേ, അപ്പോൾ കാലത്ത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, പുഴുങ്ങി വെച്ചിട്ട്. അപ്പോൾ അത് എടുത്ത് കണ്ടിട്ട് ആ വെള്ളത്തിൽ നിന്ന് കോരി ഒരു ബൗളിലേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അച്ചാറിടുമ്പോൾ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം എടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഞെക്കി കഴിഞ്ഞാൽ ഇത് ഇതേപോലെ പോരും. വെള്ളം ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഇതിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം നേരമ്പോഴത്തോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒരു ഞെക്കി ഇങ്ങനെ ഇതളുകൾ വിടർത്തി എടുത്ത് റെഡിയാക്കി എടുത്തു കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ അച്ചാറിടുക. മുഴുവനായിട്ട് അച്ചാറിടാം, പക്ഷെ അത് ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. എന്നാൽ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. കടുകും ഉലുവയും വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാണ്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. കടുക് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി മാത്രം ഉലുവ എടുക്കുക. ഇത്തിരി കൂടുതൽ പൊടിച്ചുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അച്ചാറിടുമ്പോൾ ഉപയോഗിക്കാമല്ലോ. പക്ഷേ അധിക ദിവസം ഇത് പൊടിച്ച് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പൊട്ടി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി മിക്സിയിലിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അത് മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയാണ് ഞാൻ ഈ സ്വർണ്ണം നല്ലെണ്ണയിൽ, ഇതാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറ് കേട്ടോ. അച്ചാറിന് അതാണ് ടേസ്റ്റ്. അതിൽ ഒരു കഷ്ണം കായ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തു. ഇത് നമുക്ക് പൊടിക്കാനായിട്ടൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ആ എണ്ണയിൽ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി എണ്ണ പോരായിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാന്താരി മുളക് ഉണ്ടല്ലോ, അത് അധികം എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതും കുറച്ചധികം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കായം നേരെ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് വെറുതെ അമർത്തി അതിങ്ങനെ പോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ വേറെ മിക്സിയിലൊക്കെ അടിച്ച് അതിലൊക്കെ ഒട്ടി പിടിച്ച് കായ ആകെ നഷ്ടപ്പെടുമല്ലോ, അത് ഒഴിവാക്കാനാണ്. അപ്പോഴേക്കും ഇതൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് മുളക് പൊടി കേട്ടോ. കാശ്മീരി മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ, എരിവുള്ള മുളക് പൊടിയൊന്നും ഉപയോഗിക്കുകയില്ല. കളറും ഭംഗിയും ഒക്കെ കിട്ടിയാൽ മതി. അച്ചാറിൽ എരിവ് വേണം, പക്ഷേ ഓവറായാലും കഴിക്കാൻ പറ്റില്ല. അതിലേക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കണ്ടെങ്കിൽ ഒഴിക്കേണ്ട, നല്ല കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കും. അതും എനിക്ക് ഇഷ്ടം തന്നെയാണ്, പക്ഷേ ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ചു കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ നെല്ലിക്ക നമ്മൾ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ഒഴിച്ചു. നമുക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ നെല്ലിക്ക പൊഴിഞ്ഞ വെള്ളമാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. പിന്നെ കുറച്ച് കല്ലുപ്പ് എപ്പോഴും ചേർക്കുക കേട്ടോ. അച്ചാറിൽ നല്ല ടേസ്റ്റാണ് കല്ലുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ആ കായം നന്നായിട്ട് റെഡിയാക്കി എടുത്തില്ലേ, അത് ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യുക.
പിന്നെ ഉലുവയും കടുകും കൂടി ഭയങ്കര പൊടിയായിട്ടോ പെട്ടെന്ന് പൊടിച്ചപ്പം. ഇത്രയ്ക്ക് പൊടിക്കണ്ട, ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് കണ്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അച്ചാറെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം, കമൻറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. എന്ത് അഭിപ്രായമായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും. അപ്പോൾ ഓക്കെ.